യുവമാന്ത്രികനായ ഹാരിസ് താഹ തന്റെ മേഖലയിൽ എന്നും സജീവമാണ്. ഇതുതന്നെയാണ് ഹാരിസ് താഹയെ മറ്റ് ഇന്ദ്രജാലക്കാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അത്യന്തം അപകടകരങ്ങളായ നിരവധി മാജിക്കുകൾക്ക് ശേഷം ഒടുവിലിത ബ്ലൈൻഡ് ഫോൾഡ് ആക്ടുമായി ഈ യുവമാന്ത്രികൻ എത്തിയിരിക്കുന്നു. നന്മയിലേക്ക് വിരൽ ചൂണ്ടുന്നതാവണം ഓരോ ഇന്ദ്രജാല പ്രകടനങ്ങളുമെന്ന് ഹാരിസ് താഹ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹാരിസ് താഹയുടെ ഓരോ സംരംഭങ്ങൾക്കും സമൂഹത്തിന് നൽകാൻ ഓരോ സന്ദേശങ്ങളുണ്ടാകും. സമാധാനത്തിന്റെയും പ്രകൃതി സംരക്ഷണത്തിന്റെയും ഒക്കെ സന്ദേശങ്ങൾ പകർന്നു നൽകിയ ഇന്ദ്രജാലങ്ങൾ കാണികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിരുന്നു. പ്രകൃതി സംരക്ഷണ സന്ദേശമുയർത്തിയ ഹാരിസ് താഹയുടെ ഇന്ദ്രജാല പ്രകടനം മുൻ വനംവകുപ്പ് മന്ത്രി ബിനോയ് വിശ്വത്തിന്റെ പോലും പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. ഇപ്പോഴിതാ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനെതിരെ ബ്ലൈൻഡ് ഫോൾഡ് ആക്ടും. വർക്കല മൈതാനിയിൽ ബ്ലൈൻഡ് ഫോൾഡ് ആക്ട് സമാപിച്ചപ്പോൾ വർക്കല നഗരസഭ ചെയർമാൻ കെ സൂര്യപ്രകാശ് ഹാരിസ് താഹയെ അനുമോദിച്ചു. കരാത്തെ പരിശീലകൻ സെൻസായി വിജയനും കുരുന്നുകളും അനുമോദനമർപ്പിക്കാൻ എത്തിയിരുന്നു. പ്രശസ്ത മജീഷ്യനായ ഗോപിനാഥ് മുതുകാടിന്റെ പ്രിയ ശിഷ്യനായ ഹാരിസ് താഹ പൊതുവിസ്മയങ്ങളുടെ ജാലകങ്ങൾ തുറക്കാൻ പുതിയ സംരംഭങ്ങളുമായി ഇനിയുമെത്തും. എസിവി ന്യൂസ്, വർക്കല.